ഇതെല്ലാം നീ കുടിച്ചു തീർത്ത കുപ്പികളല്ല എന്നാണ് നീ പറയുന്നത്? അതെ ഡാഡി, എന്റെ ഫ്രണ്ട്സ് വന്നവര് ഇവിടെ കൊണ്ടുവച്ച് കുടിച്ച കുപ്പികളാ. ഇതെന്താടാ, ബാറാണോ? എന്റെ സഹോദരിയുടെ വീട്ടിലെ താമസം നിനക്കും നിന്റെ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. നിന്റെ അമ്മയുടെ നിർബന്ധപ്രകാരം നീ ഈ വീടെടുത്തു. നിന്റെ സഹപാഠികളെല്ലാം ഇതുപോലെ വീടെടുത്ത് ആരാ താമസിക്കുന്നത്? അത് സൗകര്യമായിട്ടിരുന്ന് പഠിക്കാൻ വേണ്ടിയാ. സൗകര്യം? എടാ, നിന്നെപ്പറ്റി നിന്റെ പ്രിൻസിപ്പൽ എനിക്ക് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? നീ പഠിക്കാൻ വന്നിരിക്കുന്നതല്ലെന്ന്. അയാളൊരു പഴഞ്ചന ഡാഡി. ഒരു നല്ല പാന്റ് ഇട്ട് നടക്കുന്നത് പോലും അയാൾക്ക് കണ്ടുവിടാം. നിന്റെ നന്മയ്ക്ക് വേണ്ടി ആരെന്ത് പറഞ്ഞാലും നിനക്ക് തെറ്റായിട്ട് തോന്നും. അത് നിന്റെ കുറ്റമല്ല, നിന്റെ തവളയുടെ കുറ്റം. പഠിക്കാനാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചത്. നിനക്കതിന് കഴിവില്ലെങ്കിൽ തുടരണമെന്നില്ല. നീ എന്റെ കൂടെ പോരെ? ഇല്ല ഡാഡി, ഞാൻ പഠിക്കാം. പഠിച്ചാൽ നിനക്ക് തന്നെ കൊള്ളാം. ഞാൻ പോകുന്നു. എഴുത്തായ കിട്ടിയില്ല. ഇത് അവളുടെ അനിയത്തിയാ ഉഷ. ഏതായാലും കുറച്ച് മുമ്പേ വന്നിരുന്നെങ്കിൽ ആകെ കുഴപ്പമാണ്. എന്റെ മൂക്കിൽ ഇപ്പൊ അവിടെ പോയുള്ളൂ. വലിയ ഒഴിയല്ലോ. നന്നായി. പിന്നെ ഇവിടെ വെളുപ്പിനെ അങ്ങ് അയക്കണം. അതെന്താ? കാലത്ത് ഇവിടെ പെണ്ണ് കാണാറോ വരുന്നുണ്ട്. നിനക്ക് എന്തിനാടി, ഞാനില്ലേ? ഏതാ ഈ പെണ്ണ്? ഇത് എന്റെ കൂട്ടുകാരന്റെ മിസ്സസ് വൈഫ് സിസ്റ്ററാ. ഇവർക്ക് ഇവിടെ എന്ത് കാര്യം? വെറുതെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. ഓടി പുറത്ത്, ഓടി പുറത്ത്. അപ്പോൾ ഇതാണ് നിന്റെ ഇവിടുത്തെ ജീവിതം അല്ലേ? ക്ഷമിക്കാൻ ഡാഡി, ഒരു തെറ്റ് പറ്റിപ്പോയി. ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. ജെയിംസ്, നിയന്ത്രണമില്ലാത്ത നിന്റെ ഈ പോക്ക് നല്ലതിനല്ല. സൂക്ഷിച്ച് ജീവിച്ചില്ലെങ്കിൽ അതിന്റെ ഫലം നീ തന്നെ അനുഭവിക്കും.